അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരവും നോമ്പും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. പൊതുവെ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയാം. റമദാനിലെ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കോടാനുകോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും. റമദാനിലെ 1 തൊട്ട് തന്നെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു തുടങ്ങും. ഈ വെള്ളിയാഴ്ച രാവാകുമ്പോൾ ഇരട്ടിയായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മോചിപ്പിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ തറാവീഹ് നിസ്കരിച്ചവരാണ് നാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റമദാനിലെ തറാവീഹ് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് തന്നെ മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമദാനിലെ രാത്രിയിൽ ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഈമാനൻ വഹ്തിസാബൻ, ഈമാനൻ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് പ്രതിഫലം തരും, അല്ലാഹു തആല എന്നെ വെറുതെ ആക്കൂല എന്നുള്ള രീതിയിൽ ഈമാനൻ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. വഹ്തിസാബൻ, അല്ലാഹുവിൽ നിന്ന് കൂലിയും പ്രതീക്ഷിച്ച്. ഈ 2 നിയ്യത്തോടുകൂടി എന്റെ പടച്ച തമ്പുരാന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, എനിക്ക് പടച്ച തമ്പുരാൻ കൂലി തരും എന്ന വിശ്വാസത്തോടുകൂടി ഒരാള് രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അവന്റെ മുൻ പാപങ്ങളൊക്കെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുൻ പാപങ്ങൾ പുറത്തു പോകും. ഓരോ ദിവസം നമ്മുടെ പാപങ്ങൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പാപങ്ങൾ ഉണ്ടാകൂല. അങ്ങനെ വരുമ്പോ നമ്മുടെ മാതാപിതാക്കളുടെ പാപം അല്ലാഹു തആല പുറത്തു തരും. പിന്നെ തറാവീഹ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യുഗ്ഫറു ലഹു വലി അബവൈഹി ഇൻ കാന മുഅ്മിനൈൻ. ഈ തറാവീഹ് നിസ്കരിച്ച വ്യക്തിക്കും പുറത്തു കൊടുക്കും, അവന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കും. മാതാപിതാക്കൾ മുഅ്മിനായി മരിച്ചവരാണെങ്കിൽ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്. അപ്പൊ അങ്ങനെ മരിച്ചുപോയ ആ മാതാപിതാക്കളാണെങ്കിൽ, ഈമാനോടുകൂടി മരിച്ചവരാണെങ്കിൽ അവർക്കും അല്ലാഹ് നമ്മുടെ തറാവീഹ് കൊണ്ട് പുറത്തു കൊടുക്കും. അതുകൊണ്ട് റമദാനാണ് എന്ന ബോധത്തോടുകൂടി പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ നാം വുളു എടുത്ത് കയറുമ്പോൾ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്താക്കി കയറും. കാരണം നാളെ മഹ്ശറയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിർത്തുമ്പോൾ വളരെ പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹിസാബിൽ നിന്ന്, വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ഇഅ്തികാഫ് ഇരുന്ന ആളുകളാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ഇനി അറബിയിൽ പറയാൻ അറിയുന്നില്ലെങ്കിലും മലയാളത്തിൽ പറയാം, ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഇവിടെ ഇബാദത്തിന് വേണ്ടി ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇഅ്തികാഫിന് വേണ്ടി ഇരിക്കുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അപ്പൊ കുറച്ചു നേരം ഞാൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തായിരിക്കുന്നു, ഇഅ്തികാഫിരിക്കുന്നു എന്ന് വുളു എടുത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാം, പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെയും കൂലിയാണ്. നിസ്കരിക്കണമെന്നില്ല, ഖുർആൻ ഓതണമെന്നില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നില്ല, ഒന്നും ചെയ്യണ്ട. വെറുതെ ആ ഇരുത്തത്തിന് തന്നെ അല്ലാഹു തആല കൂലി തരും. ഈ നിയ്യത്തോടു കൂടിയാണ് ഇരുന്നതെങ്കിൽ. ഇനി ഈ നിയ്യത്ത് വെച്ച് കിടന്നതാണെങ്കിലോ ആ കിടത്തത്തിനും അല്ലാഹു തആല കൂലി തരും. ഇനി ആ കിടത്തത്തിൽ അവന് നന്നായി ഉറങ്ങിപ്പോയി, എന്നാലും അതിന് കൂലിയാണ് ഈ നിയ്യത്തുണ്ടെങ്കിൽ. അപ്പൊ പള്ളിയിൽ കയറുമ്പോ റമദാൻ ആവുമ്പോഴും റമദാൻ അല്ലാത്തപ്പോഴും നമ്മൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് കരുതുക. റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ കരുതുക. എന്നാൽ മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന ആ ഒരു രംഗം, അവിടെ കുറെ നിന്ന് ഇടങ്ങേറാകുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഇഅ്തികാഫിരുന്ന ആളുകളെ മലക്കുകൾ വന്ന് പ്രത്യേകം സെലക്ട് ചെയ്ത് കൊണ്ടുപോയി അർശിന്റെ തണലിലിരുത്തും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 4 കാര്യങ്ങളാണ് റമദാൻ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്. നമ്മോട് എന്ന് പറഞ്ഞാൽ
ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, അർബഉ ഖിസാനിൻ ലാ ബുദ്ദ ലനാ, 4 കാര്യങ്ങൾ അത് നമുക്കില്ലാതെ പറ്റൂല. ആ 4 കാര്യങ്ങളിൽ നിന്ന് ഇസ്നാനി മിലിർ റഹ്മാൻ, 2 റബ്ബിന് കൊടുക്കാനുള്ളതാണ്. ഇസ്നാനി ലന, 2 നമുക്കുള്ളതാണ്. ഇങ്ങനെ 2+2 4 കാര്യങ്ങൾ റമദാനിൽ നാം ചെയ്യേണ്ടതാണ്, നാം ചോദിക്കേണ്ടതാണ്. അങ്ങനെ 4 കാര്യങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത്, അമ്മൽ ഇസ്നാനി ലിർ റഹ്മാൻ, പടച്ച തമ്പുരാനുള്ള 2 ഏതാന്ന് പറഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്ക് അർഹനായ വേറെ ഒരു ഇലാഹയില്ല എന്ന റബ്ബിന്റെ ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിക്കുക. അതേപോലെ പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ നാം തൃപ്തിപ്പെടുത്തുക. റബ്ബേ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, എന്റെ പാപങ്ങൾ പുറത്തു താ. ഇങ്ങനെ റബ്ബിനോട് നാം ചോദിക്കുക, അതായത് റബ്ബിനെ തൃപ്തിപ്പെടുത്തുക. ആദ്യം റബ്ബിന്റെ ആ ദൈവികത്വം അംഗീകരിക്കുക. രണ്ടാമത് നാം പാപികളാണ്, റബ്ബെ നമ്മെ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക. പിന്നെ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ, അസ്അലുകൽ ജന്ന, റബ്ബെ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തിന് ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, റബ്ബെ നിന്റെ കത്തിജ്വലിക്കുന്ന നരകത്തിനെ തൊട്ട് ഞാൻ കാവലിന് ചോദിക്കുന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ. 1 റബ്ബിന്റെ ഷഹാദത്ത് കലിമ നാം ചൊല്ലുക. 2 ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുക. 3 സ്വർഗം ചോദിക്കുക. 4 നരകത്തിനെ തൊട്ട് കാവൽ തേടുക. ഇതെല്ലാം കൂടിയാണ് നാം ഓരോ നിസ്കാരത്തിന് ശേഷവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഇങ്ങനെ പറയുന്നത്. ഇത് വെറുതെ നാം ചൊല്ലേണ്ടതല്ല. 4 കാര്യമാണ് ഇതിലുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. കണ്ട, ഈ 4 കാര്യം. ഇത് സുബഹിയാണെങ്കിലും ളുഹറാണെങ്കിലും 5 വക്ത് നിസ്കാരത്തിന് ശേഷം നാം ചൊല്ലുന്നത് ഈ 4 കാര്യങ്ങൾ ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞതാണ്. പക്ഷെ നമ്മിൽ പലരും ഇതിന് ഗൗരവം നൽകൂല. നിസ്കാരത്തിന് ശേഷം ഇത് ചില ആളുകൾ മാത്രം ചൊല്ലും. ചില ആളുകൾ ചെല്ലുമ്പോ ചില ആളുകൾ വേറെ ശ്രദ്ധയിലും അശ്രദ്ധയിലും ആയിരിക്കും. ശരിക്കും ഇതൊരു പ്രാർത്ഥനയാണ്. 4 കാര്യത്തിൽ ആദ്യത്തെ 2 കാര്യം റബ്ബിനെ തൃപ്തിപ്പെടുത്താനും പിന്നീടുള്ള 2 കാര്യം നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ മോചനത്തിനും വേണ്ടി. അപ്പൊ അതൊരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണെന്നുള്ള രീതിയിൽ കണ്ട് ആത്മാർത്ഥമായി നാം അത് പ്രാർത്ഥിക്കുക. അത് ഇമാമ് ചൊല്ലിത്തരും, നാം ഇങ്ങനെ ചിലപ്പോൾ ചെല്ലും ചിലപ്പോൾ ചെല്ലൂല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അശ്രദ്ധയിലാവും. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരാണ്. ശ്രദ്ധയോടുകൂടി അതിനർത്ഥം മനസ്സിലാക്കി 4 കാര്യമാണ് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തത്വതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നാം ചോദിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിലൊക്കെ അങ്ങനെ സ്വർഗം ചോദിക്കുകയും നരകത്തിനെ തൊട്ട് കാവൽ തേടാനും പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈത്ത് തന്നെ പറഞ്ഞ മഹാന്മാര് പറയുന്നത്, ആ ബൈത്ത് പതിവാക്കിയ ആളുകളെ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂല. അങ്ങനെ ഒരു ബൈത്ത് തന്നെ ഉണ്ട്. ഇലാഹി യസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. ഈ പദ്യം ഇതൊരു കവിതയാണ്. ഇത് നിരന്തരമായി ചെല്ലണം എന്നാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഇത് ചെല്ലൽ സുന്നത്തുണ്ട്. ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഈ കവിത ചൊല്ലുന്ന ആളുകള് ഒരിക്കലും നരകത്തിലല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. ആ പദ്യത്തിന്റെ അർത്ഥം തന്നെ ഇലാഹി, ഓ എന്റെ റബ്ബേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണോ എനിക്കറിയില്ല. ഞാൻ നിന്റെ സ്വർഗത്തിലേക്ക് പോവോ, ഈ തറാവീഹ് നിസ്കരിച്ചത് കൊണ്ട്, ഈ റമദാൻ സ്വീകരിച്ചത് കൊണ്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള അവകാശിയാണോ ഞാൻ? അല്ല, എനിക്കറിയില്ല. അത് നിനക്കേ അറിയുള്ളൂ. എന്നാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, വലാ അഖ്വാ, എനിക്കൊരു ശക്തിയുമില്ല, അലാ നാരിൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എന്നെ നീ വലിച്ചെറിഞ്ഞാൽ അത് സഹിക്കാനുള്ള കഴിവ് എനിക്കില്ല. സ്വർഗത്തിന്റെ അവകാശി ഞാനാണോ അറിയില്ല, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് സഹിക്കാനുള്ള ആവത് എനിക്കില്ല. അതുകൊണ്ട് ഫഹബ്ലി തൗബതൻ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഒരു അവസരം താ. ഫഗ്ഫിർ ദുനൂബി,
എന്റെ പാപങ്ങളൊക്കെ പുറത്തുക. ഇത്ര വലിയ വലിയ പാപങ്ങളും പൊറുക്കുന്നവനാണ് നീ എന്നാണ് ഈ പദ്യത്തിന്റെ അർത്ഥം. ഇത് പ്രത്യേകം സുന്നത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലൽ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.